കഴിഞ്ഞ 3-4 ദിവസമായി അലങ്കോലമായി കിടന്ന, വൈകി ഓടിക്കൊണ്ടിരുന്ന, പല സർവീസുകളും റദ്ദാക്കപ്പെട്ടിരുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ സർവീസുകൾ നാളെ ഡിസംബർ 6 ശനിയാഴ്ച മുതൽ നേരെയാകും എന്ന വിധത്തിൽ പ്രതീക്ഷാ നിർഭരമായ സൂചന ഇന്ത്യയിൽ നിന്ന് വരികയാണ്. എന്താണിങ്ങനെ ഗൾഫ് മേഖലയടക്കം ഇൻഡിഗോ സർവീസുകൾ വളരെ പ്രാധാന്യത്തിൽ ഇങ്ങനെ ഒരു ഡിലേ ആയി മാറിയത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുകയാണ്. നമ്മുടെ ആളുകൾ നിരവധി നൂറുകണക്കിന് ആളുകൾ എയർപോർട്ടുകളിൽ പോയി ആ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിച്ച് നമ്മോട് പറഞ്ഞതാണ്. ഗൾഫിൽ നിന്നും ഇൻഡിഗോ സർവീസുകൾക്ക് അങ്ങനെ നേരിട്ടു. നാട്ടിലാണെങ്കിൽ 2200 സർവീസുകൾ ഇൻഡിഗോ നടത്തുകയാണ് ഒരു ദിവസം. അങ്ങനെയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാന കമ്പനിക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. സർവീസുകൾ മിക്കതും ഡിലേ ആയി മാറുക, ക്യാൻസലായി മാറുക, എപ്പോൾ പുറപ്പെടുമെന്നതിനെക്കുറിച്ച് അറിവ് കിട്ടാതിരിക്കുക, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇൻഡിഗോ. എന്താണ് സംഭവിച്ചത്? ഏതായാലും നാളെ കൊണ്ട് ഈ പ്രശ്നം മാറുന്നു എന്ന് പറയുമ്പോൾ ഒരാശ്വാസം. പക്ഷെ സംഭവിച്ചത് മനസ്സിലാക്കണം. ഇന്ത്യയുടെ നിയമമാണ് പുതിയ FDTL എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് ഡ്യൂട്ടിയുടെ ടൈം ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട നിയമമാണ്. ഒരു പൈലറ്റ് ഒരാഴ്ചയിൽ 48 മണിക്കൂർ വിശ്രമം കൊടുത്തിരിക്കണം നിർബന്ധമായിട്ട്. അതുപോലെ രാത്രികാല ലാൻഡിംഗ് ഒരാഴ്ചയിൽ 6 എന്നുള്ളത് ചുരുക്കി 2 കൊണ്ടുവരണം എന്നുള്ളത് ഇന്ത്യയുടെ നിയമമാണ്. ഈ നിയമം പറഞ്ഞിട്ട് കുറേ കാലമായി. ഇൻഡിഗോ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം അത് മനസ്സിലാക്കാൻ. ഏതായാലും സമയത്തോടടുത്തപ്പോൾ ആ നിയമം പ്രാബല്യത്തിൽ വന്നേ പറ്റൂ എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വേണ്ടത്ര പൈലറ്റുമാരില്ല, ജീവനക്കാരില്ല, പാലിക്കാൻ പറ്റാതെ വരുന്നു. ആ സമയത്ത് സർവീസുകൾ റദ്ദാക്കപ്പെടുകയോ വൈകി ഓടുകയോ അങ്ങനെ മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായൊരു ക്ഷമാപണം കഴിഞ്ഞ ദിവസം ഇൻഡിഗോ പുറത്തിറക്കിയിരുന്നു. അത് ഇൻഡിഗോയുടെ വിഷയം. പക്ഷേ യാത്രക്കാരെന്ത് പിഴച്ചു? ടിക്കറ്റ് എടുത്ത് അത്യാവശ്യങ്ങൾക്ക് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ദുബായിലൊക്കെ ഇൻഡിഗോയിൽ കയറാൻ വേണ്ടി പോയ ആളുകൾക്ക് 10 മണിക്കൂർ ഡിലേ, UAEയിൽ പൊതുവെ 10 മണിക്കൂർ ഡിലേ, 2 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ എന്ന രൂപത്തിൽ ഡിലേ വരുമ്പോൾ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഒരു ചെറിയ റിലാക്സേഷൻ, ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കണം, പൈലറ്റുമാരെ നിയമിക്കണം, ജീവനക്കാരെ ആവശ്യത്തിന് കൊണ്ടുവരണം, ഫെബ്രുവരി 10-നകം ഇതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന രൂപത്തിൽ ചെറിയ ഇളവ്, അതുപോലെ രാത്രികാല ലാൻഡിങ്ങിനുള്ള ഒരു ഇളവ് ഒക്കെ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി. അതുകൊണ്ട് തന്നെ താറുമാറായി കിടക്കുന്ന വ്യോമ ഗതാഗതം ഇന്ത്യൻ സെക്ടറിൽ ശരിയായി വരും നാളെ കൊണ്ട് തന്നെ എന്ന അർത്ഥത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് വരികയാണ്. അങ്ങനെ വരട്ടെ. ഒരുപാട് പേർക്ക് ഇതിനിടയിൽ ബുദ്ധിമുട്ട് നേരിട്ടു. ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് മറ്റു പല വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുകയും യാത്രക്കാരെ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനിടയിൽ ഏതോ കുബുദ്ധികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിമാനത്തിൽ പടക്കം വെച്ചിട്ടുണ്ട്, ബോംബ് പൊട്ടും എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി, അജ്ഞാത സന്ദേശങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പാതിരാത്രി കഴിഞ്ഞ് പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനം ഹൈദരാബാദിലേക്ക് രാവിലെ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെ ആരോ മെസ്സേജ് അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ വിമാനം കൊണ്ട് പ്രത്യേക ബേയിൽ കൊണ്ട് നിർത്തി യാത്രക്കാരെ എല്ലാം സുരക്ഷിതരായി പുറത്തെത്തിച്ചു. എന്നിട്ട് എല്ലാവർക്കും പരിശോധന വേണ്ടി വന്നു. സമയം ഒരുപാടങ്ങനെ നീണ്ടുപോയി. ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഇതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് വന്നു, ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അതേ തുടർന്നും പരിശോധന കർശനമാക്കി. അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഈ അജ്ഞാത സന്ദേശങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഏതായാലും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചേ വിമാന കമ്പനികൾക്ക് പോകാൻ പറ്റൂ. യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രഥമ പരിഗണന. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബിരുദന്മാരുടെ ചില ദോഷൈക ദൃക്കുകളുടെ ഈ പരാതിയോ മെസ്സേജോ ഇങ്ങനെ വന്നാൽ പരിശോധിക്കാതെ നിവൃത്തിയില്ല. അത്തരത്തിലുള്ള മെസ്സേജുകളിൽ നിന്ന് നമ്മുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.
Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.